ഒരു ക്ഷേത്രം പൂർണ്ണമായും ജലത്തിൽ മുങ്ങി നിൽക്കുന്ന അപൂർവത. ശിവരാത്രി മാത്രം ദർശിക്കാൻ കിട്ടുന്ന സ്വയംഭൂ വിഗ്രഹം. കരിങ്കല്ലിൽ തീർത്ത 32 അടി ഉയരമുള്ള കൊടിമരം ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ദേവഗംഗയിൽ ആറാടി നിൽക്കുന്ന ദേവചൈതന്യമായി ഇതാ ഒരർദ്ധനാരീശ്വരൻ. ശ്രീകോവിലും പ്രദക്ഷിണ വഴികളും നമസ്കാര മണ്ഡപവും സദാ വെള്ളത്തിനടിയിൽ. ഇത് അരക്കുപറമ്പ് ശ്രീ വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിക്ക് സമീപത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 ശിലകൾ ചേർന്ന ഈ സ്വയംഭൂ വിഗ്രഹം എപ്പോഴും വെള്ളത്തിനടിയിലാണ്. ശിവരാത്രി നാളിൽ മാത്രമേ വെള്ളം വറ്റിച്ച് വിഗ്രഹത്തിൽ പൂജ ചെയ്യൂ. ശിവരാത്രി നാളിൽ ഏറ്റവും പ്രധാനം അർദ്ധരാത്രി നടത്തുന്ന ജലാഭിഷേകമാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാൻ കാരണം, ശ്രീകോവിലിൽ വെള്ളം വറ്റിച്ചതിന് ശേഷം 11 ദ്രവ്യങ്ങളോടുകൂടി അഭിഷേകം നടത്തുന്നത് ശിവരാത്രി നാളിൽ മാത്രമാണ്. ഈ ശിവരാത്രി നാളിൽ മാത്രമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ദർശിക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഈ ശിവരാത്രി നാളിൽ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്താറുണ്ട്. ജാതകദോഷം കല്യാണം മുടക്കിയാലും വിവാഹം വൈകിയാലും കുട്ടികളില്ലെങ്കിലും ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ട് ഫലം വരുമത്രേ. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ സ്വയംഭൂ വിഗ്രഹം ശിവരാത്രി നാളിൽ മാത്രമേ ഭക്തർക്ക് ദൃശ്യമാകൂ. സദാ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും ഈ വിഗ്രഹത്തിൽ നിന്നും എങ്ങനെ ഉണ്ടാകുന്നു അത്ഭുതകരമായ ഊർജ്ജപ്രവാഹം. ഇത് അരക്കുപറമ്പ് ശ്രീ വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം.